ഗർഭിണിയായി. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ആദ്യത്തെ പ്രാർത്ഥന. ഒന്ന് പറഞ്ഞ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. കണ്ടോ? വചിച്ചു. എന്ത് വചിച്ചു? പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. സ്നേഹമുള്ളവരെ, ഇനി നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ ചെല്ലുമ്പോൾ ശരിക്കും ഒന്ന് നിർത്തണം അവിടെ. ഈ രണ്ട് വാക്ക് എന്താണ്? വചനം മാംസമായി. എങ്ങനെയാ വചനം മാംസമായത്? മറിയത്തിൻ്റെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോഴാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് നമുക്ക് രോഗശാന്തി നൽകണു, അത് നൽകണു, ഇത് നൽകണു, ബന്ധനം, ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അതാണോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം? ഇതിലും വലിയ എന്ത് പ്രവർത്തനം? ഏത്? ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാനാകുന്ന വചനത്തെ മറിയത്തിന്റെ ഗർഭത്തിൽ ഉരുവാക്കിക്കൊണ്ട് നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ജനിപ്പിച്ചു. ഇതാണ് പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു പ്രവർത്തനം. പ്രൈസ് ദി ലോർഡ്. അത് എളുപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? കാരണം നമ്മളൊക്കെ അമ്മയും അപ്പനുമാണ്. എങ്ങനെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാകണത്? കാറ്റ് കൊണ്ട് ഗർഭിണിയാവോ? തീ കൊണ്ട് ഗർഭിണിയാവോ? വെള്ളം കൊണ്ട് ഗർഭിണിയാവോ? പിന്നെ ഏതാണ്? കാറ്റ്. പ്രാവ് കൊണ്ട് ഗർഭിണിയാവോ? അപ്പോൾ അതെല്ലാം എന്താണ്? അതെല്ലാം പ്രതീകങ്ങളാണ്. ജോൺ പോൾ രണ്ടാമൻ പറയാണ്, ഈ വാക്ക് മറിയത്തിൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തിയുടെ പ്രവർത്തനവും ആ വ്യക്തിത്വത്തിൻ്റെ മുദ്ര പതിപ്പിച്ചു എന്ന്. ഏത് വാക്ക് നീ പറയാൻ പോണത്? ശ്രദ്ധിക്കണം. മറിയത്തോട് മാലാഖ പറഞ്ഞു. അതാണ് ദൈവകൽപ്പനയാൽ മംഗലവാർത്ത അറിയിച്ചു. എന്താണ് മംഗലവാർത്ത? മറിയമേ, ദൈവകൃപ നിറഞ്ഞവളെ, നീ ഗർഭിണിയാകും. ഉടനെ മറിയം ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാനൊരു പുരുഷനെ അറിയില്ല. മനസ്സിലായോ? ഞാനൊരു പുരുഷനെ, എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ച്. ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഇച്ചിരി സമാധാനമായിട്ടിരുന്ന് ഉറങ്ങാൻ പറ്റിയ സമയമാണല്ലേ? ഉറങ്ങല്ലേ? വലിയ കാര്യമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇത് നമ്മുടെ ജീവന്റെ തുടിപ്പാണിത്. നമ്മൾ മാതാവ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ആഴമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ മാലാഖ മറിയത്തോട് പറഞ്ഞു, നീ ഗർഭിണിയാകും. അപ്പോൾ മാതാവ് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഒന്ന് പറഞ്ഞെല്ലാവരും, ഞാനൊരു പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്. അപ്പോൾ മാലാഖ പറഞ്ഞു. ഇവിടെ മനസ്സിലാക്കണം, മാതാവിൻ്റെ മനസ്സിൽ ഞാനൊരു പുരുഷൻ അറിയില്ലല്ലോ, ഗർഭിണിയാകണതിനൊരു പുരുഷൻ വേണ്ടേ? അതിനുത്തരമായിട്ട് മാലാഖ പറയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. അപ്പൊ പരിശുദ്ധാത്മാവാണോ മാതാവിനെ ഗർഭിണിയാക്കുന്ന പുരുഷൻ? ഇത് ശരിക്കും മനസ്സിലായോ ഇല്ലയോ? ഇത് മാതാവിൻ്റെ ആത്മാവിൽ, എൻ്റെ ആത്മാവിൽ ഭയങ്കര ഒരു തുടിപ്പിപ്പ് എനിക്ക് അനുഭവപ്പെടുകയാണ്. മാതാവിൻ്റെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് മാതാവിന് ആത്മാവിൽ ഈ ബോധ്യം കൊടുത്തു. പരിശുദ്ധാത്മാവ് ആരാകുന്നു എന്ന് ബോധ്യം കൊടുത്തു. ഒരു വ്യക്തിയാകുന്നു എന്ന ബോധ്യവും, ആ വ്യക്തി ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ്? ദൈവം തമ്പുരാൻ തന്നെയായ രണ്ടാമത്തെ ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളെ മനുഷ്യാവതാരം ചെയ്യുന്നതിന് മറിയത്തെ ഗർഭിണിയാക്കുമെന്ന്. മാതാവിൻ്റെ ആത്മാവിൽ ഒരു വലിയ ഒഴുക്ക്, വചനം മാംസമായി. മാതാവ് ഇതങ്ങ് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ
കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ. ഇതാരാ നിറവേറ്റിയത്? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളതിന് ക്ലിയറല്ലേ? പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശ്വാസ പ്രമാണത്തിൽ, വിശ്വാസത്തിന്റെ 3-ാം ഭാഗത്തിൽ പറയുന്നതിന് മുൻപ് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാന കാര്യം അവിടെ എന്താ? എങ്ങനെയാണ് യേശു മനുഷ്യനായി അവതരിച്ചത്? മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായതിലൂടെയാണ്. ഇതല്ലേ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും നമ്മുടെ കർത്താവിൻ്റെ മാലാഖയിലും നമ്മൾ എല്ലാ സമയത്തും പറയുന്ന നമ്മുടെ കൊന്ത നമസ്കാരത്തിലും എല്ലാം ഉള്ള പ്രധാന പ്രാർത്ഥന. ഒന്ന് ഉൾക്കൊണ്ടേ. മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. എനിക്ക് പരിശുദ്ധാത്മാവേ എന്ന് പറയുമ്പോൾ ഉടനെ എനിക്ക് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയ കാര്യങ്ങളുണ്ടെങ്കിലും പല വലിയ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും നമ്മളെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: മറിയം പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായി. മാത്രമല്ല, പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യാൻ ആര് പ്രവർത്തിച്ചു? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. അപ്പൊ നമ്മൾ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട ഒരു ഉൾക്കാഴ്ച, ഒരു വളർച്ച, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകണം. പ്രാവോ കാറ്റോ തീയോ വെള്ളമോ എല്ലാം പ്രതീകങ്ങളാണ്. ആ പ്രതീകങ്ങൾക്ക് ഈ വ്യക്തിത്വം ആ പ്രതീകങ്ങളിലൂടെ എന്ത് മനസ്സിലാക്കി തരുന്നു എന്നുള്ളത് വീണ്ടും പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിക്കണം നമുക്ക്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശ്വസിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ത്രിത്വത്തിലെ മൂന്നാമത്തെ ആരാണ്? എന്താ പറയാറുള്ളത്? മൂന്നാമത്തെ ആൾ. ഒന്ന് പറഞ്ഞ എല്ലാവരും, മൂന്നാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ വ്യക്തി. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ ബോധ്യം ഒന്ന് ഹൃദയത്തിൽ ഒന്ന് പതിപ്പിച്ചുകൊണ്ടൊന്ന് സ്തുതിച്ചേ. പരിശുദ്ധാത്മാവേ, അങ്ങ് വ്യക്തിയാകുന്നു. മറിയത്തിൻ്റെ ഗർഭത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചപ്പോൾ മറിയം ഗർഭിണിയായി. മറിയത്തിൻ്റെ ഗർഭത്തിൽ വചനം മാംസമായി. യേശു അഥവാ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്ത ആ വലിയ രഹസ്യത്തിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവേ, ഇനി എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, അങ്ങ് കർത്താവാകുന്നു, അങ്ങ് കർമ്മം ചെയ്യുന്നവനാകുന്നു, അങ്ങ് ജീവദാതാവാകുന്നു, അങ്ങ് ഒരു വ്യക്തിയാകുന്നു, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്നവനാകുന്നു, പിതാവിനോടും പുത്രനോടും സമനായവനാകുന്നു, പിതാവിന്റെയും പുത്രന്റെയും സ്നേഹമാകുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് കർത്താവാകുന്നു, അങ്ങ് ആത്മാവാകുന്നു. ഈ പരിശുദ്ധാത്മാവ് കർത്താവാകുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ്, കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ, കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കാ കർത്താവ്, ഇല്ലേ? കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവ് എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്നവനല്ലേ കർത്താവ്? ആണോ? ശരിയാണോ മലയാളം ഞാൻ പറയുന്നത്? കർമ്മം ചെയ്യുന്നവനല്ലേ കർത്താവ്? അതാണ് പൗലോസ്ലീഹ പറയുന്നത്, കർത്താവ് ആത്മാവാകുന്നു. 2 കൊറിന്ത്യൻസ് 3-ാം അധ്യായം 17 ഒന്ന് വായിച്ചു നോക്കിയേ. 2 കൊറിന്ത്യൻസ് 3-ാം അധ്യായം 17. കണ്ടോ? ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, കർത്താവ് ആത്മാവാണ്. ഇനി മറിച്ച് പറഞ്ഞേ, ആത്മാവ്
കർത്താവാണ് എന്ന് പറഞ്ഞ എല്ലാവരും. ആത്മാവ് കർത്താവാണ്. തുറന്ന് വായിക്കാം. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് പ്രാവോ തീയോ അല്ല, മറിച്ച് ആരാണ്? കർത്താവാണ്. അപ്പൊ ആരാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? കർത്താവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? പറയും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുക, ഈശോയെ സ്നേഹിക്കുക. കണ്ടോ, ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ? ഈശോ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ? എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവി ഒഴുകും എന്ന് പറഞ്ഞ എല്ലാവരും കരമുയർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ ഉറവ ഒഴുകും. പ്രൈസ് ദി ലോർഡ്. ഇത് ആരെക്കുറിച്ചാ പറഞ്ഞത്? അവൻ നൽകാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ അപ്പോൾ നൽകിയിട്ടില്ല. എപ്പോഴാണ് നൽകിയത്? ഉത്ഥാനത്തിന് ശേഷം. ആ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരും നൽകപ്പെട്ടുവോ? നൽകപ്പെട്ടു. വിശ്വസിക്കുന്നവൻ. അത് തന്നെയാണ് ഈശോ അന്ത്യത്താഴത്തിൽ പറഞ്ഞത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. ഈശോ എങ്ങനെയാ പ്രവർത്തിച്ചത്? ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് ഈശോ പ്രവർത്തിച്ചത്. ഈശോ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ആരുടെ പ്രവർത്തനങ്ങളായിരുന്നു? പരിശുദ്ധാത്മാ. അതുകൊണ്ടാണ് ഈശോ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം ആത്മാവിനാൽ നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും ഗലീലയിലേക്ക് വന്നു. അവൻ സിനഗോഗിൽ കടന്നിങ്ങനെ പ്രസംഗിച്ചു, കർത്താവിന്റെ ആത്മാവ്, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, കർത്താവിന്റെ ആത്മാവ്